കൊല്ലം ആയൂരിലെ ലാവിഷ് ടെക്സ്റ്റൈൽസ് ഉടമ അലിക്കും ജീവനക്കാരി ദിവ്യമോൾക്കും സംഭവിച്ചത് എന്താണ് എന്ന ചോദ്യമാണ് കഴിഞ്ഞ 3 ദിവസമായി ആയൂരിലെ ജനങ്ങളും ദിവ്യയുടെയും അലിയുടെയും ബന്ധുക്കളും മുഴുവൻ ചോദിക്കുന്നത്. അലി കോഴിക്കോട് സ്വദേശിയാണ്. ഭാര്യയും 3 മക്കളുമുണ്ട്. കൊല്ലം ആയൂരിൽ വന്ന് ഒരു തുണിക്കട തുടങ്ങുകയായിരുന്നു. നേരത്തെ തന്നെ ഒരു ഫർണിഷ് ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ നഗരമധ്യത്തിൽ നിന്ന് കുറച്ച് മാറി ലാവിഷ് ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റൈൽസ് ഇദ്ദേഹം തുടങ്ങുന്നതും. ആദ്യം അവിടെ കുറെ ജോലിക്കാർ ഉണ്ടായിരുന്നു. പിന്നീട് കോവിഡ് സമയത്തൊക്കെ കച്ചവടം കുറച്ച് നഷ്ടത്തിലായപ്പോൾ ഈ ജോലിക്കാരെയൊക്കെ കുറച്ചു. 3-4 ജോലിക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ പ്രധാനി ദിവ്യമോളായിരുന്നു. ദിവ്യമോൾ നേരത്തെ ഈ അലിയുടെ തന്നെ ഫർണിഷിംഗ് കടയിൽ ജോലി ചെയ്ത ആളായിരുന്നു. അപ്പോൾ അവിടെ വളരെ തുച്ഛമായ ശമ്പളത്തിന് നിന്ന ദിവ്യമോൾ പെട്ടെന്ന് തന്നെ ലാവിഷ് ടെക്സ്റ്റൈൽസിന്റെ, അതായത് അലി തുടങ്ങിയ ലാവിഷ് ടെക്സ്റ്റൈൽസിന്റെ മാനേജർ ആകുന്നു. അവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നു, സ്റ്റാഫുകളെ നിയന്ത്രിക്കുന്നു, സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും നടത്തുന്നതും എല്ലാം ദിവ്യമോളാണ്. അപ്പോൾ ദിവ്യമോളും അലിയും തമ്മിൽ നല്ല സൗഹൃദമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർ ഡ്രസ്സ് എടുക്കാനായി കോയമ്പത്തൂരും ബാംഗ്ലൂരും മുംബൈ അടക്കം നഗരങ്ങളിൽ പോകും. വീട്ടുകാരും ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ യാത്രകളൊക്കെ. ദിവ്യമോൾക്ക് ഭർത്താവും 2 മക്കളുമാണ് ഉള്ളത്. അപ്പോൾ കാര്യങ്ങളെല്ലാം നല്ല സ്മൂത്തായി പോയിക്കൊണ്ടിരുന്നതിനിടയ്ക്കാണ് അലിക്ക് സംശയം തോന്നുന്നത്. അതായത് ചില നിർണായക വിവരങ്ങളാണ് ഈ സമയത്ത് പുറത്തു വരുന്നത്. അലിക്ക് ദിവ്യമോളിൽ ചില സംശയങ്ങൾ തോന്നുന്നു. കാരണം പെട്ടെന്ന് കടയുടെ ലാഭം വല്ലാതെ കുറയുന്നു. വരുമാനം, അതായത് ഒരുപാട് തുണിത്തരങ്ങൾ കച്ചവടം നടത്തുന്നുണ്ടെങ്കിലും അതിൻ്റെ അത്ര ലാഭം കടയിലേക്ക് വരുന്നില്ല. അപ്പൊ സാമ്പത്തികമായി എവിടെയൊക്കെയോ എന്തൊക്കെയോ തിരിമറി നടക്കുന്നുണ്ട് എന്ന് അലിക്ക് സംശയം തോന്നുന്നു. അങ്ങനെ ചില സംശയങ്ങൾ എത്തി നിൽക്കുന്നതിനൊടുവിലാണ് ദിവ്യയുമായി ഇതിന്റെ പേരിൽ ചില ചോദ്യങ്ങളും ചില വാക്കുതർക്കങ്ങളും ഉണ്ടാകുന്നു. ആ വാക്കുതർക്കങ്ങളാണ് പിന്നെ കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നാണ് പറയുന്നത്. അതിന്റെ സ്ഥിരീകരണം പുറത്തു വന്നിട്ടില്ല. പോലീസിന്റെ പ്രാഥമിക നിഗമനം അനുസരിച്ച് ഈ 2-ൽ ഒരാളെ കൊന്നതാണ്. അതായത് ദിവ്യമോളെ കൊന്നതിന് ശേഷം പിന്നീട് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ അലി തൂങ്ങി മരിച്ചതായിരിക്കാം എന്നാണ് പറയുന്നത്. ഈ ലാവിഷ് ടെക്സ്റ്റൈൽസിന്റെ അകത്ത് തന്നെ ജീവനക്കാർക്കും മറ്റു ആളുകൾക്കും അതായത് ഈ ജീവനക്കാർ ഭക്ഷണം കഴിക്കുന്നതും വിശ്രമിക്കുന്നതും ഒക്കെ ഇതിന്റെ അകത്തുള്ള ഒരു ഗോഡൌണിലാണ്. അവിടെയാണ് ഇവർ 2 പേരും തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് ഫോറൻസിക് സംഘങ്ങൾ എത്തി പരിശോധനയൊക്കെ നടത്തി പോസ്റ്റ്മോർട്ടം നടത്താനായി ബോഡികൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ 3-മതൊരാളുടെ സാന്നിധ്യമുണ്ടോ എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത്. കാരണം ഇവർ തമ്മിൽ സാമ്പത്തികമായ പ്രശ്നങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് എന്നാണ് പുറത്തു വരുന്നത്. അതായത് ഈ ദിവ്യ ഈ അടുത്ത കാലത്തായി ഒരു വീട് പണി തുടങ്ങിയിരുന്നു. അപ്പോൾ ആ വീട് പണിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തൻ്റെ കടയിൽ നിന്നുള്ള വരുമാനമാണോ ഇതിനായി ഉപയോഗിച്ചിരുന്നത് എന്നുള്ള സംശയം അലിയെ വല്ലാതെ അലട്ടിയിരുന്നു. അലി ഒരു ഗൃഹസ്ഥനാണ്. അദ്ദേഹത്തിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാര്യയും 3 മക്കളുമുണ്ട്. മാസത്തിൽ 1-2 തവണയാണ് ഈ തുണി പർച്ചേസ് ചെയ്യാൻ കോയമ്പത്തൂർ ബാംഗ്ലൂരും ഒക്കെ പോകുന്ന സമയത്താണ് അദ്ദേഹം കൊല്ലത്തെത്തുന്നത്. തുടർന്നാണ് ദിവ്യയുമായി തുണി എടുക്കാനായി കോയമ്പത്തൂരും ബാംഗ്ലൂരും മുംബൈയിലും ഒക്കെ പോകുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം ദിവ്യമോളെ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചതിന് ശേഷം അലി വീണ്ടും നാട്ടിലേക്ക് പോകും. ആ പറഞ്ഞ വഴിക്ക് തന്നെ അദ്ദേഹത്തിന് മറ്റൊരു കടയുണ്ട്, ഫർണിഷിംഗ് കട. ആ ഫർണിഷിംഗ് കടയിലേക്ക് കയറി അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി അന്വേഷിച്ച ശേഷം വീണ്ടും നാട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഈ ബാക്കി മാസത്തിൽ 2 ദിവസം ഒഴിച്ചാൽ ബാക്കി മുഴുവൻ സമയവും ലാവിഷ് ടെക്സ്റ്റൈൽസ് നോക്കുന്നതും കണക്കുകൾ കൈകാര്യം ചെയ്യുന്നതും സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നതും ഈ എടുക്കുന്ന തുണിയുടെ പൈസ കൈകാര്യം ചെയ്യുന്നതും ഒക്കെ ദിവ്യമോളാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ദിവ്യമോൾ ആദ്യമൊക്കെ നല്ല രീതിയിൽ കടയുമായി പ്രവർത്തിച്ചിരുന്ന ഒരാളാണെന്നും പിന്നീട് അലിക്ക് തോന്നിയ സംശയമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പറയുന്നത്. അതായത് ഈ ദിവ്യ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന് അലി സംശയിക്കുന്നു. അതിൽ ഇവർ തമ്മിൽ ഇടയ്ക്ക് വഴക്കുണ്ടാകാറുണ്ട്. ആ വഴക്ക് അവിടുത്തെ ജീവനക്കാരും കാണാറുണ്ട്. അത്തരത്തിൽ വഴക്ക് മൂർച്ഛിച്ച സമയത്ത്, അതായത് ഈ ഡ്രസ്സ് എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ദിവ്യമോളെ അവിടെ പിടിച്ചു നിർത്തുന്നു. അതിനുശേഷം ഇവർ തമ്മിൽ സാമ്പത്തികമായ ഈ ലാവിഷ് ടെക്സ്റ്റൈൽസിലെ പണത്തിൽ ക്രമക്കേട് കണ്ട് അത് ദിവ്യയോട് ചോദ്യം ചെയ്യുന്നു. ആ ചോദ്യം അല്ലെങ്കിൽ ആ വഴക്ക് മൂർച്ഛിച്ച് ദിവ്യയെ കൊലപ്പെടുത്തിയതായിരിക്കാം. അതിൽ ഇനി 3-മതൊരാളുടെ സാന്നിധ്യം അലി തേടിയിരുന്നോ എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് തിരയുന്നത്. കാരണം മദ്യക്കുപ്പികളും
ഗ്ലാസുകളും ഒക്കെ ഇവർ തൂങ്ങി നിന്ന സ്ഥലത്തിന് താഴെ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പോലീസിന് ചില സംശയങ്ങളുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും എന്താണ് കൊല്ലം ആയൂരിലെ ടെക്സ്റ്റൈൽസ് ഉടമയ്ക്കും അവിടുത്തെ ജീവനക്കാരിക്കും സംഭവിച്ചത് എന്നറിയാതെ രണ്ട് കുട്ടികൾ, അമ്മയ്ക്ക് എന്ത് സംഭവിച്ചതെന്നറിയാതെ രണ്ട് പെൺകുട്ടികൾ, അച്ഛൻ എന്ത് സംഭവിച്ചതെന്നറിയാതെ 3 മക്കൾ, ഇവരൊക്കെ ഇങ്ങനെ കുടുംബം മുഴുവൻ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്. കാരണം ഈ രണ്ടുപേരെ കുറിച്ച് മോശമായ ഒരു അഭിപ്രായം നാട്ടുകാർക്കോ ബന്ധുക്കൾക്കിടയിലോ ഇല്ല. ജോലി ചെയ്ത് നന്നായി കുടുംബം നോക്കുന്നവരാണ് അലി ആയാലും ദിവ്യമോളായാലും. ഭർത്താവിന്റെ വീട്ടിൽ നിന്നുകൊണ്ട് സ്വന്തം വീട് വയ്ക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലായിരുന്നു ദിവ്യമോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരെ കുറിച്ച് മോശമായ ഒരു രീതിയിലുള്ള സംസാരങ്ങളോ ഒരു കാര്യങ്ങളോ ജീവനക്കാർക്കും ഇല്ല, നാട്ടുകാർക്കും ഇല്ല, ബന്ധുക്കൾക്കും ഇല്ല. അപ്പൊ പിന്നെ ഇവരിടയിൽ സംഭവിച്ചത് എന്താണ് എന്നുള്ളത്, ദിവ്യമോളെ കുടുംബത്തിൽ പ്രത്യേകിച്ച് ഭർത്താവിന് ഭയങ്കര വിശ്വാസമായിരുന്നു. ഇവരുടെയൊക്കെ വരുമാനം കൊണ്ടാണ് ആ കുടുംബം കഴിഞ്ഞു പൊയ്ക്കൊണ്ടിരുന്നത്. രാജീവ് ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. അപ്പോൾ ഇത്തരത്തിൽ നല്ല രീതിയിൽ പൊക്കോണ്ടിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. അപ്പോൾ അലിയുടെ സംശയമാണ് ഇവിടെ എല്ലാത്തിനും കാരണം. തന്റെ പണം താൻ അറിയാതെ ദിവ്യമോൾ എടുക്കുന്നുണ്ടോ, അത്തരത്തിൽ താൻ അറിയാതെ ദിവ്യമോൾ എടുത്ത് ചിലവാക്കുന്നുണ്ടോ എന്നുള്ള അലിയുടെ സംശയമാണ് ഇതൊരു കൊലപാതകമാണെങ്കിൽ ആ കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് പോലീസ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല. കൃത്യമായി അന്വേഷിച്ചതിന് ശേഷം, അതായത് മറ്റാരുടെയെങ്കിലും സഹായം അലി തേടിയിരുന്നു. ഇവരുടെ ആത്മഹത്യാക്കുറിപ്പ് ഇല്ലാത്തത് കൊണ്ട് ഇവരുടെ രണ്ടുപേരുടെയും ഫോൺ കോളുകൾ മാത്രമേ ഇതിൽ ഇവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, എന്താണ് ഇവർ തമ്മിൽ ലാസ്റ്റ് സംസാരിച്ചിരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കൂ. ഇപ്പോ പിന്നെ അലി വന്ന് ഇന്ന് പർച്ചേസിന് പോകണം എന്ന് പറഞ്ഞിട്ടാണോ ദിവ്യമോളെ അവിടെ പിടിച്ചു നിർത്തിയത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരണം. അതിന് ജീവനക്കാരുടെ മൊഴി എടുക്കണം. മാത്രമല്ല മൊബൈൽ ഫോണുകൾ കൃത്യമായി പരിശോധിക്കണം. വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയകൾ വഴിയോ ഇവർ തമ്മിൽ സംസാരങ്ങൾ ഉണ്ടായിരുന്നു, അത് ഏത് തരത്തിലായിരുന്നു അത്തരം സംസാരങ്ങൾ ഉണ്ടായിരുന്നത്, ഒരു തൊഴിലാളി മുതലാളി ബന്ധത്തിന് അപ്പുറം എന്തെങ്കിലും ബന്ധം ഇവർ തമ്മിൽ ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസിന് കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട്. അതെല്ലാം അന്വേഷിച്ചതിന് ശേഷം മാത്രമേ പോലീസ് ഇതിൽ ഒരു കൃത്യമായ മറുപടി തരൂ. ഇപ്പോ അലി ജീവിച്ചിരുന്നെങ്കിൽ ദിവ്യമോൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അലിയോട് ചോദിക്കാം. ദിവ്യമോൾ ജീവിച്ചിരുന്നെങ്കിൽ അലിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ദിവ്യമോളോട് ചോദിക്കാം. ഇവിടെ രണ്ടുപേരും ഇപ്പോൾ മരണപ്പെട്ടിരിക്കുകയാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് ആർക്കും അറിയില്ല. കാരണം ദിവ്യയുടെ വീട്ടിലും ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയില്ല, അലിയുടെ വീട്ടിലും ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ കൃത്യമായ വിവരങ്ങൾ പോലീസ് തേടുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പൊ നമ്മൾ കുറച്ച് ദിവസങ്ങളായി കേൾക്കുന്നത് ഇത്തരം ആത്മഹത്യകളെ കുറിച്ചാണ്. ഇപ്പോൾ വിഭജിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മകളെയും കൊണ്ട് ഷാർജയിൽ മരണപ്പെട്ടു എന്നുള്ളത് നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം അതുല്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഭർത്താവിന്റെ മർദ്ദനം മൂലം ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവസാനം മരണം മാത്രമാണ് ശാശ്വത പരിഹാരം എന്ന് കണ്ട് തൂങ്ങി മരിച്ച നിലയിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇനി അവളെ കൊന്നതാണ്, പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് ഭർത്താവ് വാശി പിടിക്കുന്നു. താനൊന്നും ചെയ്തിട്ടില്ല, തനിക്ക് ഇതിലൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഭർത്താവ് വാശി പിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആത്മഹത്യയുടെയൊക്കെ കാരണങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ട് നിരന്തരം നമ്മളിപ്പോൾ ഒരാഴ്ചയായി കാണുന്നത് ഇത് മാത്രമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒരു അമ്മ പുഴയിലേക്ക് ചാടി മരിച്ചു. അതായത് എനിക്ക് നിന്നെ വേണ്ട, മകനെ മാത്രം മതി എന്ന് ഭർത്താവിന്റെ അമ്മയും പറഞ്ഞ് സഖികെട്ട് പിന്നെ ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒരു അമ്മ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ ഇത് ആത്മഹത്യകൾ ഇങ്ങനെ പെരുകി വരികയാണ് ഓരോ ദിവസവും. അപ്പൊ എന്താണ് ഇതിന്റെയൊക്കെ കാരണം എന്ന് കണ്ടെത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമായ ഒരു സമയം കൂടിയാണ്.